സ്റ്റാർട്ട് ചെയ്യാം. CCN എന്ന് പറയുന്നത് സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇപ്പോൾ ലോകത്തുള്ള മുഴുവൻ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ പിന്നെ വയർലെസ് എഞ്ചിനീയേഴ്സ്, ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ മുഴുവനും പഠിക്കുന്നത് ഈ ഒരു കോഴ്സിലാണ്. ഈ ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട്, ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ടെക്നോളജികളൊക്കെ പഠിക്കണമെങ്കിൽ ബേസ് എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഒരു സിസ്കോ എന്നുള്ള ഒരു ലെവലിൽ വരും മുന്നേ തന്നെ നമുക്കൊരു നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. ഓക്കെ, അതിനുശേഷം സിസ്കോ എന്നൊക്കെ പറയുന്ന വെൻഡേഴ്സ് ആണ്. വെൻഡേഴ്സ് ഒരുപാടുണ്ട്, ഞാൻ പറയാം. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഓഫ് എക്യുപ്മെന്റ് ടുഗദർ എന്ന് പറയും. അതായത് ത്രൂ എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. അതായത് നമ്മളൊരു ബേസിക് ചെറിയ നെറ്റ്വർക്ക്, ഏറ്റവും ചെറിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ഡിവൈസ് ഞാൻ എടുത്തു. ഇത് 2 PC ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഈ 2 ഡിവൈസിനെയും സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഈ 2 ഡിവൈസിനെ നമ്മളൊരു കേബിൾ വഴി ഇന്റർ കണക്ട് ചെയ്താൽ ഈ ഒരു ഇതിനെ നമുക്കൊരു നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. നെറ്റ്വർക്ക് അതായത് കണക്ഷൻ ഓഫ് ഡിവൈസസ് ടുഗെദർ ത്രൂ എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽ വയേർഡ് ആവാം, ഇനി അതല്ല വയർലെസ് നെറ്റ്വർക്ക് ഉണ്ട്, വയർലെസ് ആവാം, എന്തും ആവാം. പക്ഷെ ഈ ഒരു ബേസിക് നെറ്റ്വർക്കാണ് ഇത്. 2 ഡിവൈസ് തമ്മിൽ കണക്ട് ചെയ്തതാണ് ഒരു കേബിൾ വഴി. ഇതിനെ നമുക്കൊരു നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. പക്ഷെ നെറ്റ്വർക്കിന് ചില പേർപ്പസുകളുണ്ട്. വെറുതെ ഒരു ഡിവൈസിനെ കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ വെറുതെ ഒരു ഡിവൈസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശമല്ല. ഇങ്ങനെ കണക്ട് ചെയ്താലുള്ള ഗുണങ്ങളുണ്ട് ഒരുപാട്. അതായത് ഇവിടെയുള്ള ഫയൽസിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പുറത്തേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ഒരു കണക്ഷൻ കൊടുത്ത് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയുള്ള ഡാറ്റ അപ്പുറത്തെ ഡിവൈസിലേക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു പേർപ്പസ് ആണ്. ഇനി അതല്ല ഇപ്പോൾ പിന്നെ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു നെറ്റ്വർക്കാണ് ഞാൻ പറഞ്ഞത്. കുറച്ചും കൂടി നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിനെ എലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി വലുതാക്കിയാൽ എനിക്ക് നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ഒരുപാടുണ്ട്. സ്വിച്ച്, റൗട്ടർ, അതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും. സ്വിച്ച് ഒരുപാട് ഡിവൈസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ സ്വിച്ച് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡിവൈസ് അല്ല. ഇതിപ്പോൾ എനിക്ക് ഇവിടെ സ്വിച്ചിൻ്റെ ആവശ്യമില്ല. 2 ഡിവൈസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനാണെങ്കിൽ നമുക്കറിയാം ലാപ്ടോപ്പിൽ ഒരു ലാൻ കാർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഒരു ലാൻ കാർഡ്, ലാൻ കേബിൾ, ഇന്റർനെറ്റ് കേബിൾ, ഒരു ബ്ലൂ വയറില്ലേ, അതിന് ലാൻ കേബിൾ എന്ന് പറയാം. ആ കേബിള് ഈ ഒരു പോർട്ടിൽ, ഡിവൈസിൻ്റെ ലാൻ പോർട്ടിൽ 2 സൈഡും കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ 2 ഡിവൈസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ 3 ഡിവൈസ് വരുമ്പോൾ, പിന്നെ കൂടുതൽ 4-5 ഡിവൈസ് വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അതൊക്കെ നമ്മൾ പറയും കൂടുതൽ ഡീപ്പായിട്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ കേസിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു സ്വിച്ച് കൊണ്ടുവരും. സ്വിച്ച് എന്നുള്ള ഡിവൈസ്. ബേസിക് കാര്യങ്ങൾ പറയുന്നതാണ്. സ്വിച്ചൊക്കെ ഡീപ്പായിട്ട് പഠിക്കും, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ ഇവിടെ അത് എനിക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഡെഫിനിഷനും കൂടി ഉണ്ട്, അത് പറയാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ സ്വിച്ചിലേക്കാണ് എന്ത് ചെയ്തു, മൾട്ടിപ്പിൾ ഡിവൈസിനെ കണക്ട് ചെയ്തു. ഇതേ സ്വിച്ചിൽ തന്നെ ഞാനൊരു പ്രിന്ററും കൊണ്ടുവന്നു. ഓക്കെ, ഇത് പ്രിന്റർ ആണെന്ന് വിചാരിക്കാം. ഇതൊരു നെറ്റ്വർക്ക് പ്രിന്ററാണ്. ഈ നെറ്റ്വർക്ക് പ്രിന്ററിനെ എനിക്ക് ഈ ഡിവൈസിൽ നിന്നും ഈ ഡിവൈസിൽ നിന്നും പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനൊരു നെറ്റ്വർക്ക്, ഇങ്ങനൊരു കണക്ഷൻ ഞാൻ ബിൽഡ് ചെയ്യണം. അപ്പോൾ ഇതും ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ ഒരു പേർപ്പസും കൂടിയാണ് എന്ത്, ഷെയറിങ് ഡാറ്റാസ് ആൻഡ് ഡിവൈസസ് എന്ന് പറയുന്നത്. പർപ്പസ് ഓഫ് നെറ്റ്വർക്ക് പറയുമ്പോൾ ഷെയറിങ് ഡാറ്റാസ്, നേരത്തെ പറഞ്ഞു ഇവിടുന്ന് ഇവിടത്തേക്ക് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഇവിടത്തേക്ക് പറ്റും. അതേപോലെ ഷെയറിങ് ഡിവൈസസ് എന്ന് പറയുന്നുണ്ട്. ഷെയറിങ് ഡിവൈസസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രിന്ററാണ്. എനിക്ക് ഇവിടുന്ന് ഈ ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്യാം, ഇവിടുന്ന് ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആ ഒരു നെറ്റ്വർക്കിലായത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് പറ്റുന്നത്. ഇത് വെറും കണക്ഷൻ മാത്രം പോരാ, ഇതിൻ്റെ കൂടെ IP അഡ്രസ് എന്നൊക്കെ പറഞ്ഞ ഒരു പിന്നെ ടോപ്പിക്സ് ഉണ്ട്. IP അഡ്രസ് എന്ന് പറഞ്ഞ ഫീച്ചറും കാര്യങ്ങളൊക്കെ. അതായത് ഈ ഡിവൈസിന് ഒരു നമ്പറിങ് സിസ്റ്റം ഒക്കെ കൊടുക്കണം. അത് നമ്മൾ പഠിക്കും കൂടുതലായിട്ട്, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്കായി നമുക്കിങ്ങനെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന്
ഇവിടുന്നൊക്കെ ഈ ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. ഒരു ചെറിയ നെറ്റ്വർക്ക് ആണെങ്കിലും ഈ ഒരു നെറ്റ്വർക്ക് ആണെങ്കിലും ഇവിടെയൊക്കെ നടക്കുന്നത് എന്താണ്, പിന്നെ ഡാറ്റാസിനെ ഷെയർ ചെയ്യാൻ പറ്റും, അതേപോലെ ഡിവൈസിനെയും ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി കുറച്ചുകൂടി വലുത് ഒരു നെറ്റ്വർക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇന്റർനെറ്റ് എന്ന് പറയുന്നതും ഒരു നെറ്റ്വർക്കാണ്. ഓക്കെ, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാലും അതൊരു നെറ്റ്വർക്ക് തന്നെയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം നിങ്ങളുടെ ഡിവൈസിൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാണ്, ഫോർ എക്സാമ്പിൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിലേക്ക് യൂട്യൂബ് എന്ത് ചെയ്യാണ്, ഡാറ്റനെ ഷെയർ ചെയ്യാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഓഫ് ഡിവൈസസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഡിവൈസുകൾ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്തിട്ട് അവസാനം യൂട്യൂബിലെത്തി ആ യൂട്യൂബിൽ നിന്ന് നിങ്ങളെ ഡിവൈസിലേക്ക് ഫയലിനെ ഷെയർ ചെയ്യാണ്. അതും ഒരു നെറ്റ്വർക്കാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ ഒരു ഇന്റർനെറ്റ് വർക്കാണ്. ഫോർ എക്സാമ്പിൾ ഇതെൻ്റെ റൗട്ടർ എന്ന് പറഞ്ഞ ഡിവൈസും ഇതൊരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണ്. എനിക്കറിയാം നിങ്ങളെ വീട്ടിലൊക്കെ റൗട്ടർ ഉണ്ടാവും, ഇതൊക്കെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കും. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ നെറ്റ്വർക്ക് എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് നെറ്റ്വർക്ക് എന്നുള്ള ബേസിക് കോൺസെപ്റ്റ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഇത് നിങ്ങളെ മൊബൈൽ ഡിവൈസാണ്. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്തിട്ട് വൈഫൈ ത്രൂ നിങ്ങളെ വീട്ടിലെ റൗട്ടറിനെ ആക്സസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റൗട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു വീട്ടിലത്തെ വൈഫൈക്ക് ഒരു നെയിം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഫൈസൽ എന്നാണ് നെയിമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, മൊബൈലിൽ ഫൈസൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പാസ്വേഡ് അടിച്ചിട്ട് ഈ റൗട്ടറിലേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, ഈ റൗട്ടർ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ വീട്ടിലത്തെ റൗട്ടർ നിങ്ങളെ ഇൻ്റർനെറ്റ് പ്രൊവൈഡർ ആരാണോ അവിടത്തേക്ക് കണക്ഷൻ പോയിട്ടുണ്ടാവും. അത് പുറമെ കേബിൾ ത്രൂ ഒക്കെ പോയിട്ടുണ്ടാവും. ഓക്കെ, അവസാനം അത് അവരുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ ഓഫീസിൽ ആ കണക്ഷൻ ടെർമിനേറ്റ് ആവും. ലോകത്തുള്ള മുഴുവൻ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. എയർടെൽ, ജിയോ, വോഡാഫോൺ, ഇനി യു എയിൽ പോവുകയാണെങ്കിൽ എത്തിസലാത്ത്, ഡുവോ, ബഹ്റൈനിൽ പോവുകയാണെങ്കിൽ ബാറ്റിൽകോ, മിൻഹാജ്, അതിപ്പോൾ വേറൊരു ഗൾഫ് കൺട്രി ബഹ്റൈനിൽ പോവുകയാണെങ്കിൽ ബാറ്റിൽകോ ഉണ്ട്, വിവോ ഉണ്ട്, അതേപോലെ സൗദിയിലും, അങ്ങനെ ഒരുപാട് ലോകത്തുമുള്ള മുഴുവൻ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഈ യൂട്യൂബിൻ്റെ സർവീസ് പ്രൊവൈഡറും എവിടെയെങ്കിലും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ അതിപ്പോൾ അമേരിക്കയിലുള്ള ഒരു സർവീസ് പ്രൊവൈഡറിൽ യൂട്യൂബിൻ്റെ സെർവറും കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇത് യൂട്യൂബ് സെർവർ ആണെന്ന് വിചാരിക്കാം. യൂട്യൂബ് സെർവർ, ഈ യൂട്യൂബ് സെർവർ ഈ അമേരിക്കയിലുള്ള ISPയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ISP ഇതേപോലെ ഒരുപാട് ലോകത്തുള്ള മുഴുവൻ, അമേരിക്ക തന്നെ ഒരുപാട് ISPs ഉണ്ടാവും. ഞാൻ എല്ലാം ഒന്നും വരക്കുന്നില്ല, നമ്മളൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു 5-6, ഇത് കംപ്ലീറ്റ് വേൾഡിലുള്ള കംപ്ലീറ്റ് ആണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും. ഒരു വഴി അല്ലെങ്കിൽ വേറെ വഴി കിട്ടുന്ന രീതിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് നിങ്ങളെ മൊബൈലിന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഡാറ്റ നേരെ ഇവിടെ എത്തി ഇവിടുന്ന് നിങ്ങളെ ഇന്റർനെറ്റ് സർവീസ്, നിങ്ങളെ വീട്ടിലെ നിങ്ങൾക്ക് കിട്ടുന്ന ഇന്റർനെറ്റ് ആരാണോ നിങ്ങളെ സർവീസ് പ്രൊവൈഡർ അവരുടെ ഓഫീസിലേക്ക് എത്തി അവിടെ നിന്ന് നിങ്ങളുടെ യൂട്യൂബ് സെർവറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പാത്ത് ഉണ്ട്. അതിൽ ബെസ്റ്റ് പാത്ത്സ് ഈ മാപ്പിലൊക്കെ ഷോർട്ടസ്റ്റ് പാത്ത് കാണിക്കുന്നില്ല, അതിനും അതേപോലെ ഇതിലും ഷോർട്ടസ്റ്റ് പാത്തും ബെസ്റ്റ് പാത്ത് സെലക്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്, എങ്ങനെയാണ് പിന്നെ ബെസ്റ്റ് പാത്ത് സെലക്ഷൻ നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. പക്ഷെ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു പാത്ത്, ഇത് ഇമാജിൻ ചെയ്തൊരു ഷോർട്ടസ്റ്റ് പാത്താണ്, ഇങ്ങനെ പോയി ജസ്റ്റ് ഒരു പാത്ത് ഞാൻ എടുക്കുന്നതാണ്, ഇങ്ങനെ പോയി ഇങ്ങനെ നിങ്ങളെ ഡാറ്റ എന്ത് ചെയ്യുന്നു, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ആ ഒരു യൂട്യൂബിലെ ഫയലിന് വേണ്ടി അവിടെ യൂട്യൂബിലെത്തുന്നു. ഉദാഹരണത്തിന് നിങ്ങളൊരു പാട്ടാണ് ക്ലിക്ക് ചെയ്തതെങ്കിൽ അത് നിങ്ങളെ ഡിവൈസിലേക്ക് എന്ത് ചെയ്യാണ്, ആ ഫയല്
ഒരുപക്ഷെ ഇതേ പാത്തായിരിക്കാം, അല്ലെങ്കിൽ വേറെ പാത്ത്, ഈ പാത്തിൽ കൺജഷൻ ആയിട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നെ നെറ്റ്വർക്കിങ്ങിൽ നിങ്ങൾ പഠിക്കാനുള്ളതാണ്. ബെസ്റ്റ് പാത്ത് സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഇതുവഴി വന്ന് നിങ്ങൾ മൊബൈലിലേക്ക്, അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നിങ്ങൾ പ്ലേ ചെയ്ത ആ ഒരു സോങ്സ് ഇവിടെ പ്ലേ ആവുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വരികയാണ്. അതായത് ഇവിടുന്ന് ഡാറ്റ ഷെയർ ചെയ്യാണ് ഇവിടത്തേക്ക് നിങ്ങളുടെ ഡിവൈസിലേക്ക്. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് ചെറിയ ഡിവൈസ് അല്ലെങ്കിൽ രണ്ട് ഡിവൈസ് എടുത്തിട്ട് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തപ്പോഴും ഈ വിശാലമായ ഇന്റർനെറ്റ് എന്ന ഒരു നെറ്റ്വർക്കിലും സംഭവിക്കുന്നത് സെയിം ആണ്. എന്താണ്? ഡാറ്റ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടായാലും അതിന്റെ പേർപ്പസ് എന്താണ്? നെറ്റ്വർക്കിന്റെ പേർപ്പസ് വരുന്നത് ഡാറ്റ ഷെയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്താണ് നെറ്റ്വർക്കിംഗ് ഉള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം പഠിക്കുന്നത് എന്താണ്? CCNA ആണ്. CCNAയിൽ തന്നെ ഏത് വെണ്ടറിന്റെ കോഴ്സാണ് പഠിക്കുന്നത് എന്നതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സിസ്കോ എന്ന വെണ്ടറുടെ കോഴ്സാണ് എന്ത്? CCNA, സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് ഏത് വെണ്ടറിന്റെ കോഴ്സാണ്? സിസ്കോഡ്. എന്തുകൊണ്ടാണ്? വേറെ വെണ്ടർ ഇല്ലാത്തത് കൊണ്ടല്ല, വേറെ വെണ്ടറിനും കോഴ്സുകളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നെറ്റ്വർക്കിങ്ങിൽ തന്നെ ഒരുപാട് ഡിവൈസസ് ഉണ്ട്, ഒരുപാട് വെണ്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ HP ഉണ്ട്, ഡെൽ ഉണ്ട്, അരിസ്റ്റ ഉണ്ട്, ഓക്കെ, അരൂപ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പിന്നെ നെറ്റ്വർക്കിംഗ് വെൻഡേഴ്സ്, ഡിവൈസിൽ വെൻഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്വിച്ച് ആണെങ്കിലും റൗട്ടർ ആണെങ്കിലും ഇവരതൊക്കെ റൗട്ടറിൽ വേഴ്സ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈസ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെൻഡേഴ്സ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് സിസ്കോ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു 30-35% ഇപ്പോഴും സിസ്കോന്റെ കയ്യിലാണുള്ളത്. ഓക്കെ, അത് ഈ റൗട്ടിങ് ആൻഡ് സ്വിച്ച്, റൗട്ടറും സ്വിച്ചും നമ്മൾ എടുക്കുകയാണെങ്കിൽ മാർക്കറ്റിന്റെ 30-35% സിസ്കോന്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സിസ്കോ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ഇത് പഠിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇപ്പൊ എന്ത് പഠിച്ചാലും, ഇപ്പൊ സിസ്കോ പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഏത് വെണ്ടറിന്റെ ഡിവൈസ് വരുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺഫിഗർ ചെയ്യാം, എന്തും ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ബേസിക് നോളജ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നോളജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കമാൻഡ്സിലെ കോൺഫിഗറേഷൻസിലാണ് മാറ്റം ഉണ്ടാവുള്ളൂ. വെണ്ടേഴ്സ് മാറുമ്പോഴും കോൺസെപ്റ്റ് സെയിം ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഇതിലൊരു ടോപ്പിക് DHCP എന്നുള്ള ടോപ്പിക് പഠിക്കുകയാണെങ്കിൽ ആ DHCP എന്നുള്ള കോൺസെപ്റ്റ് ഏത് ഡിവൈസ്, ഏത് വെണ്ടർ എടുത്താലും സെയിം തന്നെയായിരിക്കും. പക്ഷെ അതിന്റെ കോൺഫിഗറേഷൻ മെത്തേഡ്സിലുള്ള കമാൻഡ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവും, ചെറുതായിട്ടൊരു മാറ്റങ്ങൾ കാണാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾക്ക് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഇവിടെ സിസ്കോ എന്തുകൊണ്ട് പഠിക്കുന്നു എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇപ്പോഴും ലീഡിങ് ആയിട്ട് ഈ റൗട്ടറും സ്വിച്ചും നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിസ്കോ തന്നെയാണ് 30-35% മാർക്കറ്റ് ഷെയർ ഉള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സിസ്കോ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് പഠിക്കുന്നത്. അതാണ് CCNA. CCNA എന്നുള്ളത് ജസ്റ്റ് ഒരു ബേസ് മാത്രമാണ്. ഓക്കെ, ഇത് ഒരുപാട് ഇതിൽ തന്നെ ഒരുപാട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഡിവിഷൻ അല്ല, സിസ്കോ CCNA നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവലിൽ പോകുന്നത് ഞാനിവിടെ വരക്കാം. അതിൻ്റെ ഒരു ഹൈറാർക്കി. അതായത് നിങ്ങൾ CCNA കഴിയുന്നതോടുകൂടി പിന്നെ നിങ്ങൾ അടുത്ത ലെവലാണ് പോകുന്നത്, പ്രൊഫഷണൽ ലെവലിലാണ് പോകുന്നത്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ അസോസിയേറ്റ് ലെവലാണ്. പിന്നെ CCNP ഉണ്ട്, CCNP, സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് പ്രൊഫഷണൽ. ഇതിൽ തന്നെ പിന്നെ ഒരുപാട് ഇതിൽ അണ്ടറിൽ ഡിവിഷനായി പോകും. ഓരോന്നിനും സ്പെസിഫൈഡ് ഏരിയ തന്നെ ഉണ്ട്. ഉദാഹരണത്തിന് CCNP എന്റർപ്രൈസ് ഉണ്ട്. അവിടെ മെയിനായിട്ട് നിങ്ങൾ പഠിക്കുന്നത് എന്താണ്? CCNP എന്റർപ്രൈസിൽ നിങ്ങൾ കൂടുതലായിട്ടും റൗട്ടേഴ്സ്, സ്വിച്ച്, ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നൊരു കോഴ്സാണ് CCNP എന്റർപ്രൈസ്. ഇനി അതല്ല CCNP സെക്യൂരിറ്റി ഉണ്ട്. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് കമ്പനിയുടെ എന്താണ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക. സിസ്കോ ബേസ് ചെയ്ത ഡിവൈസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സിസ്കോന്റെ ഫയർവാൾ ഉണ്ട്, അത് പഠിക്കും. FTD എന്ന് പറയുന്നത് സിസ്കോയുടെ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ ആണ്.
പിന്നെ ട്രഡീഷണൽ ഫയർവാൾ വേറെ ഉണ്ട്, സിസ്കോന്റെ AS ഉണ്ട്. അതായിരുന്നു ആദ്യ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഫയർവാൾ സിസ്കോ. പിന്നീടാണ് അവർ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ FTD ഇത് ചെയ്തത്, ഓക്കെ, ലോഞ്ച് ചെയ്തത്. അപ്പോൾ FTD പഠിക്കും നിങ്ങൾ, AS പഠിക്കും. അതേപോലെ ഐസ് എന്നുള്ളൊരു സിസ്കോയുടെ ഒരു ട്രിപ്ലേ സെർവർ ഉണ്ട് ഒതന്റിക്കേഷന് വേണ്ടിയിട്ടുള്ള, ഓക്കെ. അതേപോലെ .1x എന്ന് പറഞ്ഞ സെക്യൂരിറ്റിയും കാര്യങ്ങളും. അപ്പോൾ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് ഇതിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി പിന്നെ പഠിക്കാനാണ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി പഠിക്കാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഇതിലാണ്, CCNP സെക്യൂരിറ്റിയിലാണ്. ഇനി അതല്ല നിങ്ങൾക്ക് റൗട്ടിംഗ് ആൻഡ് സ്വിച്ചിങ് ആണ് കൂടുതൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ CCNP എന്റർപ്രൈസ് ആണ്. അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോൾ CCNPയുടെ വയർലെസ് ഉണ്ട്, അവിടെ വയർലെസ് റിലേറ്റഡ് ആയ കാര്യങ്ങളും നിങ്ങൾ പഠിക്കും. WLC അങ്ങനെ ഒരുപാട് AP ആക്സസ് പോയിന്റ്, ഇതൊക്കെ CCNP വയർലെസ്സിൽ വരും. അതേപോലെ CCNP ഡാറ്റാ സെന്റർ ഉണ്ട്. ഡാറ്റാ സെന്ററിൽ ഉള്ള ഡിവൈസ്, അവിടെ യൂസ് ചെയ്യുന്ന നെക്സസ് അങ്ങനെയുള്ള ഡിവൈസസുകളെ കുറിച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും. പിന്നെ CCNP കൊളാബറേഷൻ ഉണ്ട്. നമ്മുടെ എന്താ പറയുക, IP ടെലഫോണിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വോയിസ് ഓവർ IP, അതായത് നിങ്ങൾ പിന്നെ കമ്പനികൾക്കുള്ളിലൊക്കെ IP ടെലഫോണൊക്കെ ഉണ്ടാവും, IP ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ടെലഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ CUC എന്ന് പറഞ്ഞ സിസ്കോ യൂണിഫൈഡ് കമ്മ്യൂണിക്കേഷൻ മാനേജർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതൊരു കോൾ മാനേജറാണ്. അപ്പം അതിൻ്റെ കോൺഫിഗറേഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ ഈ ഒരു കോഴ്സിൽ പഠിക്കും. അതായത് എന്തിൻ്റെ എല്ലാത്തിൻ്റെ ഇത് ഇവിടെ പറഞ്ഞ 5 കോഴ്സിൻ്റെയും ബേസ് എന്താണ്? CCN ആണ്. ഇതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഇതിലേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ ഏത് കോഴ്സ് സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? CCN അറിഞ്ഞിരിക്കണം, ഓക്കെ. ഇനി ഇത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യണം? ഇതിപ്പം പ്രൊഫഷണൽ ലെവലാണ്. ഇത് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെയൊക്കെ എക്സ്പേർട്ട് ലെവൽ വരുന്നുണ്ട്, ഓക്കെ. അതാണ് ഫൈനൽ ലെവൽ. CCIE എന്റർപ്രൈസ് ഉണ്ട്. അതേപോലെ CCIE സെക്യൂരിറ്റി ഉണ്ട്. അതേപോലെ CCIE വയർലെസ് ഉണ്ട്. വയർലെസ്. അതേപോലെ CCIE എക്സ്പേർട്ട് ആണ്, E എന്ന് പറയുന്നത്, ഓക്കെ. P എന്ന് പറയുന്നത് പ്രൊഫഷണൽ, A എന്ന് പറയുന്നത് അസോസിയേറ്റ്. CCIE ഇതെന്ന ഡാറ്റാ സെന്റർ ഉണ്ട്. അതേപോലെ CCIE കൊളാബറേഷൻ. ഇത്രയും എന്താ പറയുക, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും എക്സ്പേർട്ട് ലെവലായിട്ട് പഠിക്കണമെങ്കിൽ ഈ കോഴ്സ് വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഓക്കെ. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞ ഒറ്റ വെണ്ടറിന്റെ കോഴ്സാണ് ഇത്. CCN, CCNP, CCIE ഒക്കെ ഇതേപോലെ ഓരോ വെണ്ടേഴ്സിന് അവരുടേതായ രീതിയിലുണ്ടാവും, ഓക്കെ. ഇപ്പം പാലോ ആൾട്ടോന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു ഫയർവാളാണ്. അതിൽ തന്നെ പക്ഷെ പാലോ ആൾട്ടോന്റെ PCNSA ഉണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്. PCNSC ഉണ്ടായിരുന്നു, NSC എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എഞ്ചിനീയർ. അപ്പം അത് നെക്സ്റ്റ് ജനറേഷൻ ആയി മാറി, നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ എന്നുള്ള രീതിയിൽ. അത് ഓരോ പിന്നെ അത് ഈ ഒരു പാലോ ആൾട്ടോന്റെ ഡിവൈസിൽ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. ഏത് ഡിവൈസ് എടുക്കുമ്പോഴും പ്രൊഫഷണൽ ലെവൽ, ബേസ് ലെവലൊക്കെ ഉണ്ടാവും, ഓക്കെ. സിസ്കോന്റെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെയാണ് അതിൻ്റെ സർട്ടിഫിക്കേഷൻ പാത്ത്. ഇതിൻ്റെ ഒക്കെ ഗ്ലോബൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ എക്സാം എഴുതിയിട്ട് എടുക്കാൻ പറ്റും, ഓക്കെ. ഇതാണ് അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ പാത്ത് വരുന്നത്, ഓക്കെ. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഇന്റർനെറ്റിൽ കണക്ടിവിറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഇന്റർനെറ്റ് ബെസ്റ്റ് പാത്ത് സെലക്ഷൻ, അതൊന്നും ഓട്ടോമാറ്റിക് നടക്കുന്ന സംഭവമല്ല. അങ്ങനെ ഇനി ഒരു കാര്യം, ഇനി എവിടെയാണ് ഈ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സിന്റെ ആവശ്യകത? നമ്മൾ നേരത്തെ എടുത്ത ഒരു അതേ എക്സാമ്പിൾ എടുക്കുക, ഒരു ഓഫീസ് നെറ്റ്വർക്ക് എടുക്കുന്നത്. ബേസിക് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കുകയാണ്. ഒന്ന് കണ്ടിട്ട് നിങ്ങളൊന്നും പിന്നെ എന്താ പറയുക, കൂടുതൽ ഡീപ്പായിട്ട് ഇതൊക്കെ പഠിക്കും. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് മൾട്ടിപ്പിൾ ഡിവൈസുള്ള ഒരു ഓഫീസാണ്. ഒരു 100 ഡിവൈസ് ഉണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 100 സ്റ്റാഫ് ഉണ്ട്, 100 ആള് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഒരു സ്വിച്ചിൽ
മാക്സിമം സ്വിച്ചിൻ്റെ പോർട്ടൊക്കെ 48 24 ഒക്കെ. ഇപ്പോൾ ഒരു 100 ആളുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സ്വിച്ച് വേണ്ടി വരും. 48ൻ്റെ പിന്നെ നോർമൽ സ്വിച്ചൊക്കെ വരുന്ന 48 24 പോർട്ടൊക്കെയാണ്. പിന്നെ എന്താ പറയുക, MLS സ്വിച്ചൊക്കെ ഉണ്ട് ഒരുപാട് പോർട്ടുള്ള. പക്ഷെ നമ്മളിപ്പോൾ ചെറിയൊരു ഓഫീസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോൾ 100 സ്റ്റാഫ് ഉണ്ട്, ഞാൻ 3 സ്വിച്ച് ഇവിടെ വാങ്ങിയെന്ന് വെച്ചപ്പോൾ എല്ലാം കൂടി 48 പോർട്ടിൻ്റെ 3 സ്വിച്ച് ആണെങ്കിൽ ഓക്കെ, എല്ലാം കൂടി 120 പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തു, അല്ലെങ്കിൽ സ്റ്റാക്ക് ചെയ്യാം, ഒറ്റ സ്വിച്ച് പോലെ ചെയ്യാം. അതൊക്കെ നമ്മൾ പഠിക്കും പിന്നീട്. എന്തായാലും ഇത് 100 സ്വിച്ച് 100 ഡിവൈസിന് അല്ലെങ്കിൽ സ്റ്റാഫിന് ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 3 സ്വിച്ച് നമ്മൾ വാങ്ങിച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് വേറൊരു ഡിവൈസ്, എൻ്റെ ഓഫീസിൽ റൗട്ടർ ഉണ്ട്. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്ന റൗട്ടർ നിർബന്ധമാണ്. അതൊക്കെ എന്തിനാണെന്നൊക്കെ നമ്മൾ പഠിക്കും. അത് നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ റൗട്ടർ വേണം. ഇൻ്റർനെറ്റ് റൗട്ടർ ഇല്ലാതെ ഇൻ്റർനെറ്റ് വർക്കില്ല. ഇനിയിപ്പം നിങ്ങളെ വീട്ടിൽ തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് അവർ തരുന്നൊരു ഡിവൈസ് ഉണ്ട്, അതാണ് റൗട്ടർ, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടില്ല. അതേപോലത്തെ ഒരു ഡിവൈസാണ് ഇവിടെ നിങ്ങളുടെ ഓഫീസിൽ ഇൻ്റർനെറ്റ് ആക്സസിന് വേണ്ടിയിട്ട്. ഇപ്പം അത്ര മനസ്സിലാക്കിയാൽ മതി. റൗട്ടർ ഉണ്ട്, അതിനൊക്കെ ഒരുപാട് ഫങ്ഷൻ ഉണ്ട്, എങ്ങനെ ഇൻ്റർനെറ്റ് ആക്സസ് വരുന്നത് എല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ റൗട്ടർ ഉണ്ട്. റൗട്ടറിന് നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആവശ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇമാജിൻ ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുന്ന് ഒരു ട്രാഫിക് ISP, ഫസ്റ്റ് ഞാൻ ISP സൈഡ് പറയും. ഇവിടെ ഒരു ISPയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ISPന്ന് ഓരോ സെർവറിലേക്ക്, ഗൂഗിൾ സെർവറിലെ, ഫേസ്ബുക്കിലെ, എവിടത്തേക്കാണോ ഡാറ്റ പോകുന്നത് അത് പാക്കറ്റ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ബ്രൗസർ തുറന്ന് ഫേസ്ബുക്ക് ടൈപ്പ് ചെയ്യാം, യൂട്യൂബ് ടൈപ്പ് ചെയ്യാം, എന്താണോ ഒരാൾ ടൈപ്പ് ചെയ്യുന്നത് ആ വെബ്സൈറ്റിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുന്ന ഓരോ വെബ്സൈറ്റിനും ഓരോ അഡ്രസ്സും കാര്യമെല്ലാം ഉണ്ടാവും, അതെല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടുന്ന് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, വെബ്സൈറ്റ് എവിടെയുള്ള അതിനനുസരിച്ച് റൗട്ട് ചെയ്ത് വിടണം. അങ്ങനെ റൗട്ട് ചെയ്ത് വിടണമെങ്കിലൊക്കെ ഇവിടെ ഇതിൻ്റെ ഒക്കെ ISPൻ്റെ ഒക്കെ ഉള്ളിൽ ഒരുപാട് റൗട്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഈ റൗട്ടറിനെയൊക്കെ കോൺഫിഗർ ചെയ്യണം. വെറുതെ ഇവിടെ ഒരു ട്രാഫിക് എത്തി, ഒരു പാക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ, ഡാറ്റ എത്തിക്കഴിഞ്ഞാൽ അവിടത്തേക്ക് പോവില്ല. അങ്ങനെ പോകണമെങ്കിൽ ഈ റൗട്ടേഴ്സിലൊക്കെ നിങ്ങൾ കോൺഫിഗറേഷൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യണമെങ്കിൽ ഈ ISPൻ്റെ ഉള്ളിൽ ഒരുപാട് എന്ത് ചെയ്യണം, കാരണം ISPയിൽ തൗസൻഡ്സ് ഓഫ് റൗട്ടേഴ്സ് അല്ലെ ലാക്ക് ഓഫ് റൗട്ടേഴ്സ് ഉണ്ടാവും. അത്രയും റൗട്ടേഴ്സിനെയും കാര്യങ്ങളൊക്കെ കോൺഫിഗർ ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, നെറ്റ്വർക്ക് എഞ്ചിനീയർ നിർബന്ധമാണ്. അപ്പം നെറ്റ്വർക്ക് എഞ്ചിനീയർ ISP, ലോകത്ത് ഞാൻ പറഞ്ഞ ഒരുപാട് ISPs ഉണ്ട്. അപ്പോൾ എല്ലാ ISPയിലും നെറ്റ്വർക്ക് എഞ്ചിനീയർ ആവശ്യമുണ്ട്. ഓക്കെ, ഇൻ്റർനെറ്റ് ഉള്ള കാലത്തോളം നെറ്റ്വർക്ക് എഞ്ചിനീയർ നിർബന്ധമായിട്ടും അവിടെ വേണം. ഇനി ഈ ISPയിൽ വെറുതെ എന്താ പറയുക, ഇവിടുന്ന് ഡാറ്റ അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് സ്വീകരിക്കുന്നു മാത്രം പോരാ. ഈ ISPന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അറ്റാക്കർ ഈ ഒരു ഇവിടെ കണക്ട് ചെയ്ത ഒരു അറ്റാക്കർ, അല്ലെങ്കിൽ ഇവിടെ കണക്ട് ചെയ്ത ഒരു ഇൻ്റർനെറ്റ്, നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കസ്റ്റമർ കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ISPന്ന് ഇപ്പം നമ്മളെ വീട്ടിൽ ഇൻ്റർനെറ്റ് തരുന്ന അതേ സർവീസ് പ്രൊവൈഡറിന് തന്നെ അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ ഒരുപാട് കസ്റ്റമേഴ്സ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരാൾ എടുത്തിട്ട് ഇവൻ ഹാക്കറാണെന്ന് വെച്ചാൽ അവനെ അറ്റാക്ക് ചെയ്യാൻ ഉള്ള ഉദ്ദേശിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നെറ്റ്വർക്കിലേക്ക് എന്തെങ്കിലും വൈറസോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അറ്റാക്കോ ചെയ്തിട്ട് ഈ ISPനെ എന്ത് ചെയ്യാൻ പറ്റും, നശിപ്പിക്കാൻ നോക്കാൻ പറ്റും. അതായത് കംപ്ലീറ്റ് പിന്നെ ഇവിടെയുള്ള എന്താ പറ്റുക, കംപ്ലീറ്റ് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നശിപ്പിക്കാൻ പറ്റും. അങ്ങനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഇവരെ അണ്ടറിൽ വരുന്ന കംപ്ലീറ്റ് എന്തായി, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പ്രശ്നങ്ങളായി. എവിടെ ഇന്റർനെറ്റ് പ്രോബ്ലം, ഇവിടെ പ്രോബ്ലംസ് എല്ലാം സംഭവിക്കും. അപ്പൊ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവരുത്. ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവരുത് എന്ന് പറയണമെങ്കിൽ വെറുതെ നമുക്ക് അങ്ങനെ അറ്റാക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും അതിന് പ്രൊട്ടക്ഷൻ വേണം. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ISPൻ്റെ ഉള്ളിൽ ഫയർവാൾസ് ഉണ്ടാവും, ഒരുപാട് ഫയർവാൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള അറ്റാക്കിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണോ, ആ ഫയർവാളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് വേണ്ടി വരും. ഓക്കെ, കോൺഫിഗർ ചെയ്യാനും അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യാനൊക്കെ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് വേണ്ടി വരും.
നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് വേണം. ഇനി ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും. ആ സ്റ്റാഫിന് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? വയർലെസ് ആക്സസ്, വൈഫൈ ത്രൂ ഇന്റർനെറ്റ് കണക്ഷൻ വേണ്ടി വരും. വെറും വയർ മാത്രം മതിയാവില്ല. അപ്പം എന്ത് ചെയ്യേണ്ടി വരും? ഇതിൻ്റെ ഉള്ളിൽ വയർലെസ് WLC വേണ്ടി വരും, വയർലെസ് ലാൻ കൺട്രോൾ, ആക്സസ് പോയിന്റ്, ഇതൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ വയർലെസ് സ്പെസിഫൈ ചെയ്ത ആ ഒരു സെക്ഷൻ പഠിച്ച വയർലെസ് പഠിച്ച എഞ്ചിനീയേഴ്സിന് ആവശ്യം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ISP സൈഡ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിടക്കുന്നുണ്ട്. ഇനി അതല്ല, ഈ ഒരു കമ്പനി എടുക്കുക. കമ്പനിയിൽ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയിലെ യൂസേഴ്സൊക്കെ പുറത്തു പോകണം, ഇന്റർനെറ്റ് ആക്സസ് ചെയ്യണം, തിരിച്ച് ഫയൽ ഇങ്ങോട്ടേക്ക് വരണം. ഓക്കെ, ഇനി ഇവർക്ക് പിന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ക്ലൗഡിൽ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യണം. ഓക്കെ, തിരിച്ചിങ്ങോട്ടേക്ക് അത് വരണം. പക്ഷേ ഇവിടെയും പ്രശ്നങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു വെബ് സെർവർ ഉണ്ട്, നിങ്ങളെ കമ്പനിയിൽ ഒരു വെബ് സെർവർ ഉണ്ട്. അതായത് കമ്പനിയുടെ കാര്യങ്ങൾ, കാര്യങ്ങളും, ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് അനൗൺസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അറിയിക്കേണ്ടി വരും. അതിനൊരു സെർവർ വേണ്ടി വരും. കാരണം ഇപ്പൊ എനിക്കൊരു പിന്നെ എന്താ പറയുക, നമ്മളൊരു ഇത് തുടങ്ങുമ്പോൾ നമുക്കൊരു വെബ് സെർവർ ഉണ്ടാവും, അല്ലെങ്കിൽ വേറൊരു കമ്പനി തുടങ്ങും, അവരുടെ കാര്യങ്ങളും ഇതൊക്കെ അറിയിക്കാൻ സെർവേഴ്സ് ഉണ്ടാവും. അപ്പൊ ആ സെർവർ പബ്ലിക്കിന് ആക്സസ്, ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ ഏതെങ്കിലും ഒരു ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിൽ ഇരുന്നു കൊണ്ട് ഒരാള് നമ്മളെ വെബ് സെർവർ ആക്സസ് ചെയ്യുമ്പോൾ അവനക്കത് ആക്സസ് കിട്ടണം. അങ്ങനെയാണ് അവർ നമ്മളെ പ്രോഡക്റ്റിനെ പറ്റി മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ പ്രോഡക്റ്റ് ഈ ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടുമെന്ന് മനസ്സിലാകുന്നത് അവരെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുന്ന കേസിൽ പിന്നെ എന്താ പറയുക, ഒരുപാട് നമ്മളെ കോമ്പറ്റീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എന്ന് പറഞ്ഞാൽ ഇതേ പ്രോഡക്റ്റ് വിൽക്കുന്ന വേറെ കമ്പനി ഉണ്ടാവും. അപ്പോൾ അവർ കാര്യങ്ങൾ നമ്മളെ പിന്നെ വെബ്സൈറ്റും കാര്യങ്ങളും ഹാക്ക് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഹാക്കേഴ്സിനെ ഉപയോഗിച്ച് കളിക്കാൻ നോക്കും. അങ്ങനെ ഒരു ഹാക്കേഴ്സ് എന്തെങ്കിലും പ്രശ്നം ഈ നെറ്റ്വർക്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം നിങ്ങൾ ഓഫീസിൽ വേണം. ഓക്കെ, അപ്പം നിങ്ങൾ ഓഫീസിൽ വേണം എന്ന് പറയുമ്പോൾ ഈ റൗട്ടറിനെ കൊണ്ട് സ്വിച്ചിനെ കൊണ്ടൊന്നും പ്രിവെൻഷൻ ഒന്നും നടക്കില്ല. റൗട്ടറിനെ കൊണ്ട് സ്വിച്ചിനെ കൊണ്ട് ഇവിടുന്ന് വന്ന ട്രാഫിക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യാൻ, ഇങ്ങോട്ടേക്ക് സ്വീകരിക്കാനൊക്കെ പറ്റും. പക്ഷെ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നിങ്ങളെ കമ്പനിക്കുള്ളിൽ എന്ത് വേണം? ഫയർവാൾ വേണം. അപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫയർവാൾ ഇവിടെയും വന്നു. നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണമെങ്കിൽ ഇവിടെയും കോൺഫിഗറേഷൻ ചെയ്യണം. റൗട്ടിംഗ് പ്രോട്ടോകോൾസ്, റൗട്ടിംഗ് കാര്യങ്ങളൊക്കെ കോൺഫിഗർ. അതിന് ഇവിടെയും നിങ്ങൾ ഓഫീസിൻ്റെ ഉള്ളിലും നെറ്റ്വർക്ക് എഞ്ചിനീയർ വേണ്ടി വരും. ഇനി പ്രൊട്ടക്ഷനും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഫയർവാൾ വരുമ്പോൾ നിങ്ങൾ ഓഫീസിൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് വേണ്ടി വരും. ഇനി ഇവിടെയും ഓഫീസിലും വയർലെസ്സും ആക്സസ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? വയർലെസ് റിലേറ്റഡ് എഞ്ചിനീയേഴ്സ് വേണ്ടി. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവിടുന്ന് പിന്നെ നിങ്ങളെ ഡാറ്റയും കാര്യങ്ങളും ഇവിടെ ഒരു അസ്യൂർ എന്നുള്ള ക്ലൗഡിൽ നിങ്ങളെ ഡാറ്റ ഉള്ളതെങ്കിൽ ഇവിടുന്ന് ആ ഡാറ്റ ആക്സസ് ചെയ്യുമ്പോൾ ഈ അസ്യൂറിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും ഒരു സിസ്റ്റം എഞ്ചിനീയറോ അല്ലെങ്കിൽ സിസ്റ്റം അഡ്മിൻ ഇതൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ ഏത് തന്നെ ആയാലും ഇതൊക്കെ നിങ്ങളെ ഫീൽഡിൽ വരുന്ന കുറേ പോസ്റ്റുകൾ, ജോബ് പോസ്റ്റുകൾ ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഏകദേശം എനിക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഇതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ എന്താ പറയുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ബേസിക് ആണ്. CCNA എന്നുള്ളത് ബേസിക്, ഈ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സിൻ്റെ ഒരു ബേസ് ആണ്. ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. പ്രൊഫഷണൽ ലെവലുണ്ട്, എക്സ്പേർട്ട് ലെവലുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നും പഠിച്ചതിനനുസരിച്ച് നിർത്താതെ വീണ്ടും എന്ത് ചെയ്യാം, കഴിയുന്നത് പോലെ പഠിച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് കമ്പനികളിൽ ആവശ്യമായ രീതിയിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഒരു ജോബ് സ്വിച്ച് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഇതൊക്കെ ചെയ്യണം. നമ്മൾ ബേസ് പഠിച്ചത് കൊണ്ട് മാത്രമല്ല എന്ന് വിചാരിക്കരുത്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ബേസ്, പക്ഷെ ഈ ഒരു ബേസ് അറിയാണ്ട് നിങ്ങൾക്ക് വേറൊരു ഇതിൻ്റെ ടോപ്പ് ലെവലിലേക്ക് പോകാനും പറ്റില്ല. അപ്പം ബേസ് നിർബന്ധമാണ്. പിന്നെ നമ്മൾ എന്താണ് ഇപ്പം പഠിക്കുന്നതും ഈ ഒരു സിസ്കോന്റെ ഒരു ബേസിക് ലെവലിലുള്ള ഒരു കോഴ്സാണ് CCNA എന്നുള്ളത്. അപ്പോൾ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എന്താ പറയുക, എവിടെയൊക്കെ നമുക്ക് ജോബ് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ഈ നെറ്റ്വർക്ക് നേരത്തെ ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ ചാനലിൽ
വയർലെസ് ആവാം, അതേപോലെ വയേർഡ് ആവാം. ഓക്കെ, രണ്ട് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ചാനൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വയർലെസ് ആണെങ്കിലും വയേർഡ് ആണെങ്കിലും നെറ്റ്വർക്ക് തമ്മിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഡിവൈസസ് തമ്മിൽ എന്തായിരിക്കും, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അത് രണ്ട് ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ആണ് വയർലെസ്സും വയേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, വയർലെസ്സിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് റേഡിയോ സിഗ്നലായിട്ട്, അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസീസ്. അതേപോലെ മറ്റേ വയേർഡിലാണെങ്കിൽ നിങ്ങൾ ബിറ്റ്സ്, ഇലക്ട്രിക്കൽ സിഗ്നലായിട്ടാണ് വയേർഡ് ത്രൂ ഡാറ്റ ട്രാവൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ വയേർഡിൻ്റെയും വയർലെസ്സിൻ്റെയും ആണെങ്കിൽ നിങ്ങളൊരു ജസ്റ്റ് ഒരു ടോപ്പോളജി വരക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു വയേർഡ് നെറ്റ്വർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ വരച്ചതാണ്, ഒന്നുകൂടി ഇവിടെ വരക്കാം. നിങ്ങൾ ഒരുപാട് ഡിവൈസ് ഉണ്ട്, അത് സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രിൻ്റർ ഉണ്ട്. ഇതൊരു വയേർഡ് നെറ്റ്വർക്കാണ്. എന്തുകൊണ്ടാണ്? എൻ്റെ ഡിവൈസ് ഈ ഡിവൈസിലേക്കൊക്കെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു വയർ ത്രൂ ആണ്. അതുകൊണ്ടാണ് ഇതൊരു വയേർഡ് നെറ്റ്വർക്ക് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു വയർലെസ് നെറ്റ്വർക്ക് ആണെങ്കിൽ നിങ്ങൾ വയറും കാര്യമൊന്നും കാണില്ല. ഇവിടെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ സ്വിച്ചിൻ്റെ ആവശ്യമില്ല. ഇവിടെ റൗട്ടറിൽ ആക്സസ് പോയിന്റ്, ഓക്കെ, റൗട്ടർ ഇതിൽ വൈഫൈ ഇനേബിൾ ആയ റൗട്ടർ ആയിരിക്കും. വൈഫൈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന റൗട്ടർ. ഓക്കെ, അത് ഏത് റൗട്ടറാണെന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള റൗട്ടർ ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലത്തെ റൗട്ടർ വയർലെസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, മൊബൈലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൗട്ടറിലേക്ക് വയർലെസ് ത്രൂ, വയറൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇവിടെയുള്ള SSID നെയിം നിങ്ങളെ മൊബൈലിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അല്ലെ, ആ ഒരു റേഞ്ചിൽ വരുന്ന എല്ലാ മൊബൈലിലേക്കും ആ ഒരു SSID നെയിം, ഇവിടെ കോൺഫിഗർ ചെയ്ത SSID നെയിം കാണിക്കുന്നു. റേഡിയോ ഫ്രീക്വൻസി വഴി ആ ഒരു നെയിം കാണിക്കുമ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യുന്നു, അത് ക്ലിക്ക് ചെയ്യുന്നു, നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു, ഇവിടുന്ന് കണക്ഷൻ ഇവിടെ എന്താക്കുന്നു, ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ വയറും കാര്യമൊന്നുമില്ല. അപ്പൊ ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്ന പേരാണ് എന്ത്, വയർലെസ് നെറ്റ്വർക്ക്. കോമൺ ആയിട്ടുള്ള രണ്ട് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആണ്, അല്ലെങ്കിൽ മീഡിയാസ് ആണ് എന്ത്, വയേർഡ് നെറ്റ്വർക്കും വയർലെസ് നെറ്റ്വർക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കുറച്ച് ബേസിക് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞതാണ്. അപ്പോൾ ബാക്കി ഇപ്പോൾ മറ്റേ എന്താ പറയുക, ഒരാളും കൂടി ഉണ്ട്, ജബ്ബാർ, അവന് കയറിയിട്ടില്ല, റെക്കോർഡിങ്ങിന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാം. അവനും കൂടെ ഇപ്പോൾ വന്നിട്ട് ഇത്രയും കാര്യങ്ങളാണ്, ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഓരോ ദിവസവും സെഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് എടുത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളെല്ലാവരുടെയും മൈക്രോസോഫ്റ്റിൻ്റെ മെയിൽ ID ഒന്ന് എനിക്ക് അയച്ചു തരണം. അതായത് ഔട്ട്ലുക്ക് ഇല്ലെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് അയച്ചു തരണം, ഔട്ട്ലുക്കോ അല്ലെങ്കിൽ പിന്നെ ഹോട്ട്മെയിലോ എന്തെങ്കിലും. കാരണം എനിക്കങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ ലിങ്ക് അയച്ചു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. എനിക്ക് ഡയറക്റ്റ് തന്നെ ഇവിടെ കാണാൻ പറ്റും. CCNA 1030 എന്നുള്ള ഈ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങളെ മെയിൽ ID ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടീംസിലിരുന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സേവ് ആകുന്ന റെക്കോർഡിങ്സ് ഇവിടെ ഇരുന്നുകൊണ്ട് കാണാം. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഈ ഒരു മീറ്റിങ്ങിൽ നിങ്ങൾ ആ ഒരു ആഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഓപ്ഷൻസ്, ഒന്ന് ഹോട്ട്മെയിൽ അല്ലെങ്കിൽ ഔട്ട്ലുക്ക്, അല്ലെങ്കിൽ കമ്പനി മെയിലും പറ്റും. കമ്പനി മെയിലിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും തരുന്നതിന്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേഴ്സണലായിട്ട് ഔട്ട്ലുക്ക് മെയിൽ ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, ഔട്ട്ലുക്കോ ഹോട്ട്മെയിലോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് വാട്സപ്പിൽ എനിക്ക് അയച്ചു തരിക. നിങ്ങൾ അതിൽ ആഡ് ചെയ്യും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ടല്ല, ലിങ്ക് ഇങ്ങനെ അയച്ചു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടീംസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും. അതായത് ഇവിടെ കണ്ട ഇതൊന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങനൊരു ടാബ് കാണിക്കും. അവിടെ നിങ്ങൾക്ക് ജോയിൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ജോയിൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഉണ്ടാവുക
ഇങ്ങനെ ഒരു ടാബ് കാണിച്ചിട്ട് വിടാം. ഇപ്പൊ ഇത് വർക്ക് എന്താ പറയാ, ഈ ഒരു മീറ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണിക്കുന്നത്, ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളതിൽ ഇങ്ങനെ ഇവിടെ കാണിച്ചിട്ട് ഇവിടെ ജോയിൻ ഉള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇങ്ങനെ കാണിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നിങ്ങളെ മെയിൽ ഐ ഡി എനിക്ക് ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഓപ്ഷൻ കാണിക്കാൻ പറ്റുള്ളൂ, അതേപോലെ കാണാൻ പറ്റുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് റെക്കോർഡിംഗ് ഫയൽസ് ആക്സസ് ചെയ്യണമെങ്കിലും ഈ മെയിൽ ഐ ഡി നിങ്ങൾ എനിക്ക് തരണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നിങ്ങളെല്ലാവരും അതിൽ ആഡ് ചെയ്യാം. 2 സ്റ്റുഡൻറ് കൂടി ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു, അവർ വേറെ ഒരാളുണ്ടായിരുന്നു, തൗസീഫ്. ഓക്കെ, നാളെ ചെയ്യായിരിക്കും എന്തായാലും. പിന്നെ ഇന്നെന്തെങ്കിലും പ്രശ്നങ്ങളോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ കാര്യങ്ങളൊക്കെ? നമ്മളൊന്നും ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടില്ല, ജസ്റ്റ് ബേസിക് തുടങ്ങിയതാണ്. ഇതിൻ്റെ ഒക്കെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കും. ഒരു ഓവറോൾ ആയിട്ട് ഒരു ഐഡിയ തന്നതാണ് ഇന്ന്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഈ കോഴ്സ് എത്ര ദിവസത്തേക്കാ? ഈ കോഴ്സ് ഒരു 45 ഡേയ്സ് അത്ര വരുള്ളൂ. 45 ഡേയ്സിലെ. ആ, അതിൽ അല്ല, കംപ്ലീറ്റ്. ലാബ് അത് കഴിഞ്ഞിട്ട് ലാബ് പിന്നെയും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ലേ? ആ, ലാബൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ലാപ്ടോപ്പ് സെറ്റ് ചെയ്യാം. ഞാൻ ഓരോ ദിവസവും ക്ലാസ് എടുക്കുമ്പോൾ അതിന് ലാബും കൂടി കാണിച്ചു തരും. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഓവറോൾ ആയിട്ടൊരു ഐഡിയ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അതേപോലെ നിങ്ങൾ ലാപ്ടോപ്പിൽ എങ്ങനെ സെറ്റ് ചെയ്യാം അതൊക്കെ പറഞ്ഞു തരും. എല്ലാവർക്കും ലാപ്ടോപ്പ് ഉണ്ടാവുമല്ലോ, അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിൽ എങ്ങനെ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു തരും. ഓക്കെ, നിങ്ങളത് ഹരിയല്ല പറഞ്ഞത്, പോയിട്ട് എടുത്തിട്ട് വരണത് അല്ലേ? എന്റെ ഓക്കെ, ലാപ്ടോപ്പ് അടുത്ത ആഴ്ച വന്നാൽ മതി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഓക്കെ. ശരി എന്നാൽ. ഓക്കെ, നാളെ കാണാം. ഓക്കെ.